ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പൊ ഇന്ന് ഞാൻ ഒരു അടിപൊളി നാടൻ മുട്ടക്കറിയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനു മുന്നേ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയറും ചെയ്യണം. മുട്ടക്കറി ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിൽ ഒരു പീസ് ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇവയെല്ലാം കൂടി ചതച്ചെടുത്തതാണിത്. ഇനി ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ പച്ചമണം നന്നായി ഒന്ന് മാറണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, അപ്പൊ ഇനി ഇതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 അത്യാവശ്യം വലിയ സവാള എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, ഒരു പച്ചമുളക് ചേർക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. അപ്പൊ ഇതിന്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി മുറിച്ചത്. ഇനി തക്കാളി നന്നായി ഒന്ന് വെന്ത് വരണം. അപ്പൊ ദേ തക്കാളി എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. കാൽ ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. അപ്പൊ മുട്ടക്കറിയിൽ എപ്പോഴും പെരിഞ്ജീരകപ്പൊടിയാണ് അതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. അപ്പൊ നമുക്ക് ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട ഒന്ന് ചേർക്കാം. അപ്പൊ നമ്മുടെ ഈ അളവിന് എടുക്കുമ്പോൾ മാക്സിമം ഒരു 6 മുട്ട വരെ ചേർക്കാം. അപ്പൊ ഞാൻ മുട്ടയിൽ മസാല പിടിക്കാനായിട്ട് മുട്ട ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഗ്രേവി കൊണ്ട് നന്നായി ഒന്ന് കവർ ചെയ്യണം. ഇതൊരു ലോ ഫ്ലെയിമില് നന്നായി ഒന്ന് തിളച്ച് കുറുകി എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വരണം. ഇത് നമ്മുടെ മുട്ടക്കറിയുടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ ഒരു അടിപൊളി കറിയാണിത്. അപ്പൊ നമ്മൾ സാധാരണ എപ്പോഴും കഴിക്കുന്ന മുട്ടക്കറിയുടെ നിന്നും ഒരു വ്യത്യസ്ത ടേസ്റ്റ് ഉള്ള മുട്ടക്കറിയാണ്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം, കമന്റ്സ് അറിയിക്കണം. അപ്പൊ ഇതുപോലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.